ദുബായിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന പ്രസ്താവനകൾ വാസ്തവ വിരുദ്ധമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതേസമയം സാമ്പത്തിക മാന്ദ്യം മൂലം ജോലി നഷ്ടപ്പെട്ട് ദുബായിൽ നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കേരള എംപിമാർ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. ദുബായിലെ മലയാളികളെ ബാധിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ നടത്തുന്നതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇത് സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ പറഞ്ഞു. 3-4 കൊല്ലം ഇരുന്ന് ഒന്നും ചെയ്യാതെ ഈ നാടിനെ മുഴുവൻ നശിപ്പിച്ച് അവസാനം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇമാതിരി നാശം കൂടി ഉണ്ടാക്കി വെച്ച് പോയാലുണ്ടല്ലോ, ആകെ ഇവിടെ ഗൾഫിലൊക്കെ ഉള്ള വരുമാനം കൊണ്ടാണ് കഞ്ഞി കുടിച്ച് കഴിയുന്നത്. സാമ്പത്തിക മാന്ദ്യം മൂലം ജോലി നഷ്ടപ്പെട്ട് ദുബായിൽ നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് രാജ്യസഭയിൽ ആവശ്യമുയർന്നു. ശൂന്യവേളയിൽ എ. വിജയരാഘവനാണ് പ്രശ്നമുന്നയിച്ചത്. ഇന്ത്യക്കാരുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവും തൊഴിലവസരങ്ങളുമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാർ ഈ വിഷയത്തെ ഗൌരവത്തോടെ കാണുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. I urge upon the government to take care of this issue and announce some package for those who are coming, expatriates who are coming back from the state. So utmost importance should be given to this issue. എന്നാൽ മാധ്യമങ്ങളിൽ വരുന്ന രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ദുബായിൽ ഇല്ലെന്ന് കേന്ദ്രമന്ത്രി വയലാർ രവി പറഞ്ഞു. ദുബായിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് പ്രതിസന്ധി നേരിടുന്നത്. പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിനുള്ള മാർഗങ്ങളും അവിടുത്തെ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. തിരിച്ചു വരുന്നതിലും ഇരട്ടിയിലേറെ ആളുകൾ ഓരോ വർഷവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നുണ്ടെന്നും വയലാർ രവി ശാസ്താംകോട്ടയിൽ പറഞ്ഞു. പത്രങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു ഭയാനകമായ സ്ഥിതിയൊന്നും ദുബായിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.